എൻ്റെ പേര് ഉമ്മച്ചൻ. ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ജോലി സമയത്ത് അപകടത്തിൽപ്പെട്ട് വീണ് എനിക്ക് സ്പൈനൽ കോഡിന് പൊട്ടുണ്ടായി ഇഞ്ചുറി സർജറി ചെയ്ത ആളാണ്. അതിനുശേഷം വീട്ടിൽ ഞാൻ 1.5 വർഷത്തോളം ഞാൻ ചികിത്സകൾ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ചികിത്സകൾ ചെയ്ത് യാതൊരു ഫലപ്രാപ്തിയും എനിക്ക് ഉണ്ടായില്ലെന്ന് തന്നെ പറയാം. ഞാൻ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് സാറുമായി പരിചയപ്പെടുന്നതും. സാർ എനിക്ക് 1.5 വർഷത്തോളം ഇത് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനും വാക്കറിൽ പിടിച്ച് നിൽക്കാനും വീൽചെയറിലേക്ക് ഇരിക്കാനും എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് ടോയ്ലറ്റ് പോലുള്ള ചില കാര്യങ്ങൾക്ക് എനിക്ക് പോകാനെല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. യൂറിൻ ട്യൂബൊക്കെ ഉപയോഗിച്ചിരുന്ന കാലമായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ. പിന്നെ എനിക്കതൊക്കെ ട്യൂബൊക്കെ ഞാൻ മാറ്റി സ്വതന്ത്രമായിട്ട് എനിക്ക് യൂറിൻ ഇപ്പോൾ പോകുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു നിലയിലൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് സാധ്യത കിട്ടി. അപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ സമയത്ത് എനിക്കിപ്പോൾ ഇത് സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ഇത് നിർത്തിയിരിക്കുകയാണ്, ചികിത്സ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യുന്നതിന് ഒരു മാസം 9,000 രൂപയോളം ചിലവ് വരും. എനിക്കൊരു മാസം 9,000 രൂപ ചിലവ് വരും. തുടർന്നൊരു 1 വർഷമോ അതിൽ കൂടുതലോ സമയം ഇനിയും ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തന്നെയാണ് എന്നോട് സാറ് തീർത്തും പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സാമ്പത്തികം സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം നിർത്തിയിരിക്കുകയാണ് തൽക്കാലം. അപ്പോൾ അതുകൊണ്ട് ഇനിയും അത് തുടർന്ന് പോകാൻ എനിക്ക് ഏതെങ്കിലും സാധ്യത, എനിക്ക് 2 പാടില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ 1 വർഷത്തിന് മേലെ എനിക്ക് ചെയ്താൽ ഇപ്പോൾ എനിക്ക് അര മുതൽ മുട്ടുകാൽ വരെ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. എൻ്റെ സാധാരണ ആളുകളെ പോലെ തന്നെ ആയിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് താഴേക്കുള്ള വശം അതിന് കൂടുതലായി എൻ്റെ പൂറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ പൂറ്റി വിരലുകൾ, താഴത്തേക്കുള്ള മുട്ടുകാലിൻ്റെ താഴേക്കുള്ള മസിലുകൾ, 2 കാലിലെ മസിലുകൾ. അപ്പോൾ അതെല്ലാം എനിക്ക് സമയം എടുക്കും. അത് ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ ഇനിയും എനിക്ക് ചെയ്യേണ്ടതായി തന്നെ വരും. തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യ ജനറ്റ്. ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എൻ്റെ 2 മക്കൾ വയ്യാത്ത കുട്ടികളാണ്. ഇവർ ഇവിടെ തന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മാനസികമായ വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവില്ലാത്തവരാണ്.